ഇന്ന് ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു മധുരപലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മിക്കപ്പോഴും ചപ്പാത്തി ബാക്കി വരാറുണ്ടല്ലോ. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ കഴിച്ചു, പിന്നെ ബാക്കി ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൈകിട്ട് കഴിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ആ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ബാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല മധുരമുള്ള ഒരു പലഹാരം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു ഉണ്ട പോലെയുള്ള ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ചേർക്കുക. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കണം കേട്ടോ. അപ്പോൾ 3 ചപ്പാത്തീനെ എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ നമുക്ക് തേങ്ങയുടെ ടേസ്റ്റ് അത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ശർക്കര കല്ലില്ലാത്ത ശർക്കര കേട്ടോ. അപ്പോൾ കല്ലില്ലാത്ത ശർക്കര എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ശർക്കര നമുക്കറിയാമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരണ ഒറ്റ ശർക്കരയിലും കല്ലില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ നല്ല കറുത്ത ശർക്കര കേട്ടോ. ഇത് മറവൂർ ശർക്കര കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, പക്ഷേ ഈ ശർക്കര നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിങ്ങനെ കത്തിയും കൊണ്ട് അങ്ങോട്ട് ചിരണ്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ശർക്കരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ട്. പിന്നെ സാധാരണ ശർക്കരേനെ വെച്ച് നോക്കുമ്പോൾ ഈ ശർക്കരയുടെ ടേസ്റ്റിനും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര ഇതന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഈ ശർക്കരയുടെ ഇത് പറഞ്ഞെന്നുള്ളൂ. കാരണം ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് നെയ്യ് വേണം. അത് നെയ്യ് ഞാൻ എന്തോരം ചേർക്കണമെന്നുള്ളത് ചേർക്കുമ്പോൾ പറയാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകവും ഏലക്കായയും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കുക. ഒരുപാട് ചേർക്കണില്ല, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പാല് ചേർക്കണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ ചപ്പാത്തി നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ മിക്സിയിൽ ഏലക്കായയും ജീരകവും കൂടിയിട്ട് പൊടിച്ചെടുത്തത് കേട്ടോ. അതാണ് മിക്സിയിൽ ഇങ്ങനെ കറുത്തിട്ട് കളർ കാണുന്നത്. അപ്പോൾ അതിലേക്ക് ചപ്പാത്തി ചേർക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചപ്പാത്തി കൂടുതൽ ബാക്കി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചപ്പാത്തി കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ പിന്നെ ബാക്കി നമ്മൾ തേങ്ങയും ശർക്കരയും നെയ്യൊക്കെ ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ചപ്പാത്തി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ ഇട്ടിട്ട് കറക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഈ ചപ്പാത്തി. അപ്പോൾ ഞാനത് ഒറ്റ ട്രിപ്പിലാട്ടോ കറക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് ഇടാം. ഇത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ച പോലെ എടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ആ ഉണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നെയ്യ് ചേർക്കുക. അപ്പോൾ നെയ്യൊക്കെ അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല കേട്ടോ. ആ നെയ്യ് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് നെയ്യായിട്ടോ ചേർക്കണത്. ഇത് നെയ്യിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് മുരിച്ച പോലെ എടുക്കുക. അങ്ങനെ എടുക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ തീ ഓണാക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. കാരണം ഒരു ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുരിച്ച പോലെ എടുക്കുക. ഇത് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ തീ പതുക്കെ കുറച്ച് വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് പെട്ടെന്ന് പുകയും കയറും. ഇതിപ്പോൾ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ എന്താ പറയുക, നല്ല ഇങ്ങനെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ നല്ല മുരിഞ്ഞ പോലെ നമുക്കിങ്ങനെ തോന്നും. അതേപോലെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരണം. അല്ലാണ്ട് ഒരു ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിലാണ് നിൽക്കുന്നത്. ഇത്രയ്ക്ക് അങ്ങോട്ട് ആയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കണതിന് അങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു 2.5 ഞാൻ ഇതേപോലെ കയ്യിൽ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2.5 പിടി ഉണ്ടായിരുന്നു. ഈ തേങ്ങയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. തേങ്ങ കൊണ്ട് പൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്ക്
കുറേ ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. കാരണം ആ തേങ്ങയുടെ ഉള്ളിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരണം. അത് നമ്മൾ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ ഇപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ച് തീർക്കുമല്ലോ. ഞാനിവിടെ തേങ്ങ അങ്ങനെ ഡ്രൈ ആക്കണില്ല, ചെറുതായിട്ടൊന്ന് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിക്കും. പക്ഷേ ഒരുപാട് വെള്ളം അങ്ങോട്ട് വറ്റിക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി പൊടിച്ചതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതൊന്നും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നമുക്ക് കറക്കിയിട്ട് എടുക്കണം. മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ശർക്കരയും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ കറക്കണത്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ തേങ്ങയും പിന്നെ നമ്മൾ ഗോതമ്പ് ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊടി പോലെ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ശർക്കരയും കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഞാനത് രണ്ടും ട്രിപ്പായിട്ടാട്ടോ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുന്നത്. കാരണം ഇതിലേക്ക് നമുക്ക് ശർക്കരയും കൂടിയും ചേർക്കണം. ഇതിലുള്ള ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് അലിയിച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ശർക്കരയിലൊന്നും കല്ലില്ല കേട്ടോ. പക്ഷേ വെള്ളം ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കര അങ്ങോട്ട് ചൂടാകുമ്പോൾ അങ്ങോട്ട് അലിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര ഇതേപോലെ കത്തിയും കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുന്ന ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ട പഞ്ചസാര മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ മധുരം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് അളവ് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ കുറച്ച് ശർക്കര ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് രണ്ടാമതും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ശർക്കരയ്ക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലും ചേർക്കും, പിന്നെ കുറച്ചും കൂടി നെയ്യും കൂടി ചേർക്കും കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുക. ഞാനിതിലേക്ക് ഏലക്കായും ചെറിയ ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ലാസ്റ്റിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ രണ്ടിലും ചേർത്തോ, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ചും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നെയ്യ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പാലും ചേർക്കുന്നുണ്ട്. പാല് ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് മാത്രമേ ചേർക്കണുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ പോണതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് 2 നുള്ള ഉപ്പും കൂടിയും ചേർക്കണം. അത് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ഇട്ടൊന്നും ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. 1 നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഏലക്കായുടെയും നെയ്യുടെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചപ്പാത്തിയും വൈകിട്ട് ബാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിന്നറ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേട് വരാണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഇതേപോലെ നമ്മൾ കുറേശ്ശേക്ക് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്നാണ്ട് തീരുമല്ലോ. അപ്പോൾ നെയ്യൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സ് നിങ്ങൾക്ക് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയാണ് ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. കഴിച്ച് നോട്ടെ കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചപ്പാത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയില്ല കേട്ടോ. ഉള്ളിൽ ചെറുതായിട്ടിങ്ങനെ ഒരു ജ്യൂസി പോലെ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ കുറച്ച് പാലും ചേർത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റിന് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചപ്പാത്തി ബാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനിവിടെ 3 ചപ്പാത്തി എടുത്ത് കഴിഞ്ഞിട്ട് 9 ഇതേപോലത്തെ ഉണ്ടയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഇതിപ്പോൾ ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും കേടുവരില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അകത്ത് അധികം ചൂടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അകത്തിപ്പോൾ ഞങ്ങളുടെ ഇവിടെ 2-3 ദിവസം ഇരുന്നാലും കേടുവരില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ചൂടിലേക്ക് ഒരു 2 ദിവസത്തിന് കൂടുതൽ പുറത്ത് വയ്ക്കേണ്ട കേട്ടോ. 2 ദിവസത്തിന് കൂടുതലേക്ക് വയ്ക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. കളറും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിലേക്ക് ഇവിടുത്തെ ശർക്കര കറുത്ത ശർക്കര ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് നല്ല കറുത്ത ഉണ്ട, നല്ല ടേസ്റ്റ്. തേങ്ങയുടെയും ഏലക്കായുടെയും നെയ്യുടെയും ശർക്കരയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റും കൂടിയിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പികൾ ഇനി പുതിയത് വരുമ്പോൾ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ റെസിപ്പികൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ വേറെ റെസിപ്പി ആയിട്ട് വരാം.